ഫ്ലാഷ് ബാക്ക്. ഇതല്ലടാ സമയായി ഞാൻ പറയുന്നത് സമയായി. ഇത് അവസാനിപ്പിക്കാൻ സമയായി. രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ. ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി. എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു. ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. വേണ്ട നീ പലതവണ പറഞ്ഞതാ. തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് പറയും ഞാനല്ലത് ഒന്ന് പറയും. തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് 4 പേരാണ് മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത്. എന്നെ ഒന്ന് കടാക്ഷിക്കണം. NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരി അടക്കം കണ്ടെത്തുകയും ചെയ്തത് MDMA ആണ് കണ്ടെത്തിയത്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഈ നിയമത്തിന്റെ 22B വകുപ്പാണ് ചുമത്തിയത്. ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം കൂടിയാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ഈ 3 പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.